അടുത്തത് നമുക്ക് മുഖ്യപ്രഭാഷണമാണ്. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ഡോക്ടർ ഷിജു സാമുവൽ അച്ഛനാണ്. അച്ഛൻ മധ്യകേരള മഹായിടവകയിലെ വൈദികനാണ്. ഇപ്പോൾ ആർപ്പുക്കര സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ചിൽ ഇടവകവികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. കണ്ണൂർ ഐക്യവൈദിക സെമിനാരിയിലെ അധ്യാപകനായി അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ തിയോളജിയിൽ MD-യും പിന്നീട് PhD-യും കരസ്ഥമാക്കിയുണ്ടായി. CMS കോളേജിലെ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. അതുകൂടാതെ ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായി ഇപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രഗത്ഭനായ അധ്യാപകനും വളരെ പ്രസംഗകനുമാണ്. അച്ഛനെ നമ്മുടെ മുഖ്യപ്രഭാഷണം ലഭിച്ചിട്ട് വളരെ സന്തോഷമുണ്ട്. അച്ഛനെ ലൈഫ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥനായി ഈ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് എത്തി വരുന്നതിന് അങ്ങ് തരുന്ന അവസരത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് അങ്ങയെ അടുത്തറിയുവാനായിട്ട് ശ്രമിച്ചു. ഇന്ന് ഇവിടെ കൂടിയിരുന്ന് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കണം. എല്ലാവിധമായ കൃപകളാലും നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ലൈഫ് കമ്മ്യൂണിറ്റിയുടെ 2ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ദൈവം തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന AC ജോസാറ്, മുഖ്യ പ്രഭാഷണം നടത്തിയ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മഹായിടവ വൈദിക സെക്രട്ടറി TJ വിനയച്ചൻ, എൻ്റെ പ്രിയ സുഹൃത്ത് KD, എൻ്റെ ജൂനിയറായിട്ട് സെമിനാരി പഠിച്ച പിന്നെ ലവസനച്ചനെ ഞാൻ ഒരു വർഷം സെമിനാരി പഠിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. പിന്നീട് ഇരിക്കുന്ന അച്ഛൻ, എനിക്കെല്ലാവരും അറിയത്തില്ല, ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സഭാ ശുശ്രൂഷയിലെ പ്രിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എല്ലാവരെയും കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. തീർച്ചയായിട്ടും ജോസ്മോൻ ഡോക്ടറുമായിട്ട് ഞാൻ കണ്ണൂരിൽ പഠിപ്പിക്കുമ്പോൾ തുടങ്ങിയ ഒരു ബന്ധമാണ്. പിന്നെ ഡോക്ടർ ഇന്നിതിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ വരാം, വന്നൊരു ആശംസ പറഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് എനിക്കും ഇവിടെ ഒരു പ്രസംഗം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കുറച്ച് സമയമുള്ളൂ. പ്രിയ ലവസനച്ചൻ ക്ലാസ് എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ അധിക സമയം ഞാൻ എടുക്കുന്നില്ല, എങ്കിലും അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യം ആർക്കെങ്കിലും വായിക്കും. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതന്മാർ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും. 2-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. സഹിഷ്ണുത
മതി, ഇത്രയും മതി. ഇവിടെ ഉയർത്ത കർത്താവ് ആദ്യമായി ദൂതറിയിക്കുന്ന എഫെസോസ് സഭയെക്കുറിച്ചാണ് നാം വായിച്ചത്. ആ സഭയ്ക്ക് അനവധി ഗുണങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ ഒരു കുറവായിട്ട് അവിടെ പറയുന്നത് അവര് ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് സ്വാർത്ഥതയുടെ ഇടങ്ങൾ തേടി പലപ്പോഴും ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹം മാറുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നാം ജീവിക്കേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൈഫ് കമ്മ്യൂണിറ്റി അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ കേൾക്കുകയുണ്ടായി. വിശ്വാസത്തിലും ധാർമ്മികതയിലും തിരുവെഴുത്തിലും അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ദൈവസ്നേഹം അത് നാം അനുഭവിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന വലിയൊരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഇടയ്ക്ക് ചോദ്യം ചോദിക്കുവേ. ഇവിടെ എഫെസോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എഫെസോസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു തുറമുഖ നഗരമായിരുന്നു. അവിടുത്തെ നൃത്തത്തെക്കുറിച്ച് ലോകമെല്ലായിടവും അറിയപ്പെടുമായിരുന്നു. അവിടെ എല്ലാവിധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ നിലനിന്നതായിട്ട് ദൈവജനമേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കാൻ പറ്റുമോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ വസ്തുവകളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കാണുകയാണ്. അപ്പോൾ എല്ലാവിധമായ ദുരാചാരങ്ങളും ഉള്ള ഒരു സ്ഥലമായിരുന്നു ആദിമ കാലഘട്ടത്തിൽ എഫെസോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രാചീന കാലഘട്ടത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് ഡയാന അല്ലെങ്കിൽ അർത്തമിസ് ദേവിയുടെ പേരിലുള്ള ദേവാലയം ഈ എഫെസോസിൽ ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ട് ആ ദേവാലയത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചാലും അവർക്ക് ആ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുമായിരുന്നു. അങ്ങനെയുള്ള എഫെസോസിലേക്ക് ദൈവവചനവുമായി കടന്നു ചെല്ലുമ്പോൾ വലിയൊരു മാറ്റം എഫെസോസിൽ ഉണ്ടാകുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഏകദേശം 2,50,000 ക്രിസ്ത്യാനികൾ എഫെസോസിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഇത്രത്തോളം ക്രിസ്തീയ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ച ഒരു സ്ഥലമായിരുന്നു എഫെസോസ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ സുവിശേഷം പ്രചരിപ്പിച്ചത് AD 52 അക്വിലാവും പ്രിസ്കില്ലായുമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18 തുടങ്ങി 22 വരെയുള്ള വാക്യത്തിൽ പോൾ കൊരിന്തിൽ നിന്നും അന്ത്യോക്യയിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്നതായിട്ടും തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ധാരാളം സമയം അവരോടൊപ്പം ചെലവഴിച്ചതായും ഈ എഫെസോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്: ഉണർന്നിരിപ്പിൻ,
ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അത് അങ്ങനെയാണ് ഈ എഫെസോസിന്റെ ആ ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചത്. 1 തിമോഥെയോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തിമോഥെയോസ് ആയിരുന്നു എഫെസോസിലെ ആദ്യ മൂപ്പൻ. കൂടാതെ തന്നെ അപ്പോസ്തലനായ ജോൺ ദീർഘകാലം ഈ സഭയുടെ മൂപ്പനായിരുന്നു. ചില പാരമ്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ അമ്മയുടെയും യോഹന്നാന്റെയും ശവകുടീരം വരെ ഈ എഫെസോസിലാണ് ഉണ്ടായിരുന്നത്. പൗലോസ് എഫെസോസിന് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ ക്ഷമിക്കണം, സഹിക്കണം എന്നെല്ലാം അവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെന്താണോ ഏറ്റവും അധികം ശ്രമിച്ചത്, എന്തിനെ കുറിച്ചാണോ അവരെ ഏറ്റവും അധികം ചിന്തിച്ചത്, അതിൽ അവർ പരാജയപ്പെടുകയാണ്. അതാണ് നമുക്ക് ഈ എഫെസോസ് സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വളരെയധികം പാരമ്പര്യമുണ്ട്. സ്നേഹത്തെ കുറിച്ച് ധാരാളം അവർ കേട്ടു. പക്ഷെ എന്താണോ അവർ കേട്ടത് അതിൽ പരാജയപ്പെടുന്ന ഒരു സഭയായിട്ട് എഫെസോസ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ അവർ സ്നേഹത്തിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവരോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നോക്കിയാൽ, സഭയുടെ പ്രവർത്തനങ്ങളെ, സഭയുടെ മുമ്പോട്ടുള്ള പോക്കിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഭയുടെ വിചാരം എന്താണ്, സഭയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, സഭ എങ്ങനെയാണ് സമൂഹത്തിൽ സാക്ഷിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വളരെയധികം ജാഗരൂകനായി നോക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയായി ദൈവം വിളിച്ചു. നമ്മളെ 2-ാമത്തെ വർഷത്തിൽ ഈ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് നമ്മൾ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ആ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മെച്ചപ്പെട്ടത്, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കായി നമ്മൾ എന്താണ് ചെയ്തത്, അത് ദൈവം നോക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 2-ാം വാക്യത്തിൽ 4 പറയുന്നത്, ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ നിന്റെ പ്രവർത്തനങ്ങളെ അറിയുന്നു. ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. എഫെസോസ്യരോട് പറയാണ്, ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ നിന്റെ പ്രവർത്തനം അറിഞ്ഞപ്പോൾ ഒരു കുറവുണ്ട് എന്ന് ഞാൻ കാണുകയാണ്. എന്താണ് മോളെ ആ കുറവ്? എന്ത് കുറവാണുള്ളത്? ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു കുറവ് ഞാൻ കാണുന്നത്. ആരാ പറയുന്നത്? അച്ഛനാണോ പറഞ്ഞത്? ദാസൻ അച്ഛനാണോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അപ്പൊ 3 പേര് ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ അതാരാ പറഞ്ഞ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നത്? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അതാരാ? Who is that person? ആരാ? നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മളെ നോക്കുന്നുണ്ടെന്ന്, നമ്മുടെ പ്രവർത്തനം നോക്കുന്നുണ്ട്. ഇവിടെ വയർബഞ്ചയിൽ ഇരുന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ആര് നോക്കുന്നുണ്ട്? കർത്താവ് നോക്കുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും എവിടെയായിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആര് നോക്കുന്നുണ്ട്? യേശു നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് സഭയുടെ പ്രവർത്തനമാണ് യേശു നോക്കുന്നത്? എഫെസോസ് സഭയെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ നമ്മളെ നോക്കുന്നത് പോലെ
ദൈവം എഫെസോസ് സഭയെ നോക്കിയപ്പോഴാണ് ഒരു കുറവ് കണ്ട്. എന്താണ്? അവർക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അവരുടെ കുറവുകള് യേശു പറയുന്നതിന് മുമ്പ് അവരുടെ ഒരുപാട് നന്മ പ്രവൃത്തികൾ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും എല്ലാം പറയും. അവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വ്യക്തികളായിരുന്നു. നമ്മൾ പറയുന്നത് പോലെ മോശം വ്യക്തികളല്ല ആരെന്ന് പറയുന്നത്, എഫെസോസിലെ വ്യക്തികൾ എന്ന് പറയുന്നത്. അവര് നന്നായിട്ട് പ്രയത്നം ചെയ്യുന്ന വ്യക്തികളായിരുന്നു. സഭയ്ക്ക് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. അവരോട് പറയുന്നത് ബിസി ആൻഡ് ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്നു. വളരെയധികം ക്രിയാത്മകമായി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു ഇവിടുത്തെ വ്യക്തികൾ, എഫെസോസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇല്ല, നമ്മുടെ സഭയിലെ പോലെ അവിടെ നല്ല യൂത്തും സൺഡേ സ്കൂളും വിമൻസ് ഫെലോഷിപ്പും മെൻസ് ഫെലോഷിപ്പും എല്ലാം എവിടെ ഉണ്ടായിരുന്നു? എഫെസോസ് സഭയിലും ഉണ്ടായിരുന്നു. അതാ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്താണ്? നന്നായിട്ട് പ്രയത്നിക്കുന്ന കമ്മ്യൂണിറ്റി. കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാൻ ചോദ്യമൊക്കെ ചോദിക്കും. പ്രയത്നിക്കുന്നവരല്ലേ? നന്നായിട്ട് പ്രയത്നിക്കുക. അതായത് നമ്മളെ പോലെ തന്നെ നന്നായിട്ട് പ്രയത്നിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു എഫെസോസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, നിങ്ങള് സഹിഷ്ണുതയുള്ളവരാണ്. ആ കാലഘട്ടത്തില് സഭയ്ക്ക് പല ഉപദ്രവങ്ങൾ വന്നു, പല പീഡകൾ വന്നു, പ്രയാസങ്ങൾ വന്നു. നിങ്ങൾ സഭയുടെ ഉപദ്രവങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ അതിന്റെയൊക്കെ മധ്യത്തില് പലരും തങ്ങളുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കർത്താവിനെ ഉപേക്ഷിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് തങ്ങളുടേതായിട്ടുള്ള മാർഗങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. കാര്യം എന്താണ്? ക്രിസ്ത്യാനിയായിട്ടിരുന്നാല് ജീവൻ നഷ്ടപ്പെടും. അപ്പൊ അത് പേടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ക്രിസ്തീയ ഉപദേശം ത്യജിച്ചു കളഞ്ഞിട്ട് പഴയ മാർഗങ്ങളിലേക്ക് പോയ അനേകരുണ്ടായിരുന്നു. പക്ഷെ എഫെസോസുകാർ എന്ത് ചെയ്തു? കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ആരെ സാക്ഷിയായിട്ട് നിന്നു? യേശുവിന്റെ സാക്ഷിയായിട്ട് നിന്നു. ആലോചിച്ചോണം, അവർ മോശക്കാരല്ല, നന്നായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രയത്നിക്കുമായിരുന്നു. രണ്ട്, ഞാൻ പറഞ്ഞ എങ്ങനെയുള്ളവരായിരുന്നു? അവര് സഹിഷ്ണുതയുള്ളവരായിരുന്നു. മൂന്നാമതായിട്ട് അവരെ കുറിച്ച് പറയുന്നത്, അവര് അവരുടെ ഇടയിലെ തെറ്റായ ഉപദേശവുമായിട്ട് വന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവരോടൊക്കെ വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് തർക്കിക്കുകയും തെറ്റായ ഉപദേശങ്ങളെയൊക്കെ ത്യജിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ മാർഗത്തിന് വേണ്ടി അവരവിടെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മളവിടെ വായിക്കുന്നത്. അവരെ കുറിച്ച് പറയുന്നുണ്ട്, നിക്കോളോവിയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവർ പറഞ്ഞത്, ക്രിസ്തുവിനെ സ്വീകരിക്കാം, ഒപ്പം തന്നെ ലോകപ്രകാരം ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് ഈ നിക്കോളാവിയർ പറയുന്നുണ്ട് 6-ാം വാക്യത്തില്. എങ്കിലും നിക്കോളാവിയരുടെ നടപ്പ് നീ പാലിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അവരാണ്. അപ്പൊ അവരുടെ വന്നൊരു ഗ്രൂപ്പ് പറയുകയാണ്, നിങ്ങൾ ഇന്നത്തെ സമൂഹത്തെ പോലെ, ഇന്നത്തെ സഭയെടുത്ത് നോക്കിയാൽ എന്തൊക്കെയുണ്ട്? കുർബാനയുണ്ട്, തിരുവത്താഴമുണ്ട്, സ്നേഹമുണ്ട്, അടിയുണ്ട്, ബഹളമുണ്ട്, എല്ലാം അവിടെ കാണുവാനായിട്ട് കഴിയും. എവിടെ കാണാം? ഇവിടെ അച്ഛൻ പള്ളിയുടെ സഭയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറയുന്നത് പോലെ ആ സഭയിലും അവർ നോക്കുമ്പോൾ തെറ്റായ ഉപദേശങ്ങളുമായിട്ട് വന്ന വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവരോടെല്ലാം ഇവര് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് ചോദ്യം ചെയ്തിട്ട് വിശ്വാസത്തില് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചുള്ള ജനതയായിരുന്നു എഫെസോസിലെ വിശ്വാസികൾ എന്ന് പറയുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകല ദോഷവും വിട്ടകലുവിൻ. അങ്ങനെ തെറ്റായ ഉപദേശങ്ങളെല്ലാം അവര് ത്യജിച്ചു കളഞ്ഞ ഒരു സമൂഹമായിരുന്നു ഏത് സമൂഹം എന്ന് പറയുന്നത്? എഫെസോസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഞാൻ പറഞ്ഞു എഫെസോസില് എങ്ങനെയുള്ള പാരമ്പര്യമുള്ളവരാണ്, ആരാണ് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത്, അവിടെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കുകയുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ തലത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, യേശു അവരുടെ പ്രവർത്തനം നോക്കുമ്പോൾ അവർ നന്നായിട്ട് പ്രയത്നിക്കുന്നവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, തെറ്റായ ഉപദേശങ്ങളെല്ലാം അവര് ത്യജിച്ചു കളയുന്നവരാണ് എന്നെല്ലാം യേശു കാണുന്നു. അങ്ങനെ ഒരുപാട് നന്മ അവരിൽ ഉണ്ട് എങ്കിലും യേശു അവിടെ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്
അവര് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്? എന്താണ് മോടെ മനസ്സിലേക്ക് വരുന്നത്? വാട്ട് ഈസ് ഫസ്റ്റ് ലവ് ഇൻ ഗോഡ്സ് ഐസ് എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ കരങ്ങളിൽ അല്ലെങ്കിൽ കണ്ണുകളിൽ ആദ്യ സ്നേഹം എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും? മോൾ ഇത്രയും നാള് സൺഡേ സ്കൂൾ പഠിച്ചതെന്ന് മനസ്സിലായില്ല. ആദ്യ സ്നേഹം ഇത്രയും നാളെ സൺഡേ സ്കൂൾ പഠിച്ചില്ല. എന്താണ് ദൈവത്തിന്റെ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മനുഷ്യനെ സ്നേഹിച്ച് ആ സ്നേഹത്തിന് വേണ്ടി ദൈവം തന്നെ കൊടുത്തതായിരിക്കും അല്ലേ? കുഞ്ഞിന് അത് അത്രയും ഞാൻ മോളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട്, താങ്ക് യു. അപ്പൊ എന്താണ് ദൈവത്തിന്റെ ആ ആദ്യ സ്നേഹം? അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി നമ്മളെ ദൈവഭാഗത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അനുഭവമായിരിക്കാം. അതായത് ഈ സ്നേഹത്തിലൂടെയാണ് നാം ദൈവമക്കളായി തീരുന്നത്. അല്ല എങ്കിൽ ദൈവത്തെ ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയ സന്ദർഭമായിരിക്കാം, നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തില് ദൈവം പ്രവർത്തിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തില് നമുക്ക് വിടുതൽ ലഭിച്ചതായിരിക്കാം. അങ്ങനെ നമ്മൾ ആദ്യമായി ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ യേശുവുമായി മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? യേശുവിനുള്ള സ്നേഹം നമ്മൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എഫെസോസുകാർ അങ്ങനെയായിരുന്നു. ആദ്യമായി അവർ യേശുവിനെ കണ്ടപ്പോൾ വലിയ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോസ്തലനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ദൈവസ്നേഹം നന്നായി അനുഭവിച്ചുവെങ്കിലും അത് പങ്കുവെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കേ, പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മറ്റു ജനതയുടെ അപ്പോസ്തലൻ എന്നുള്ളതാണ്. എല്ലാവരുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിച്ച അപ്പോസ്തലൻ പറയുന്നു, ഈ ആദ്യ സ്നേഹം പങ്കുവെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ അനുഭവം അപ്പോസ്തലന്റെ എല്ലാ മറ്റു ജനതയുടെ അപ്പോസ്തലൻ എന്നാണല്ലോ പൗലോസിനെ വിളിക്കപ്പെടുന്നത്. എല്ലാവരും അടുക്കൽ പോയി സുവിശേഷം പറഞ്ഞ് പൗലോസ് പറയാണ്, ആദ്യ സ്നേഹം പങ്കുവെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ നമ്മൾ ആ അറിഞ്ഞ ക്രിസ്തുവിനെ അതേ അനുഭവത്തില് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 31 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ പറയുകയാണ്, ജനത്തിനോട് പറയാണ്, നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ എന്ന്. ഇസ്രായേലിനെ അയച്ചുകൊണ്ട് വന്നു. അവര് ദൈവത്തെ വിസ്മരിച്ച് ദൈവസ്നേഹം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെ പറയെ പോയപ്പോൾ അവിടെ മോശ പറയുകയാണ്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും എന്റെ പേര് മാറ്റിക്കളയണമേ. കാരണം ആ ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചിട്ട് അതേ സ്നേഹം എന്റെ സമൂഹത്തിന് പങ്കുവെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ സമൂഹം ഇന്ന് വിഗ്രഹങ്ങളുടെ പിറകെ പോയിരിക്കുന്നത് എന്ന് അവിടെ മോശ പറയുകയാണ്. പൗലോസും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവന്റെ സ്നേഹം പങ്കുവെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഈ എഫെസോസ് സഭയെ നോക്കുന്ന കർത്താവ് നമ്മളെ നോക്കിയാൽ നമ്മൾ അറിഞ്ഞ ആ ആദ്യ സ്നേഹം അതുപോലെ പങ്കുവെക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടാൽ കർത്താവ് ഇന്ന് നമ്മളോട് എന്താ പറയുന്നത്? നമ്മളും പരാജയമാണെന്ന് കർത്താവ് പറയും. ആദ്യ സ്നേഹം പങ്കുവെക്കുന്നതിൽ നമ്മൾ പരാജയമാണെന്ന് നമ്മൾ പറയും. നമ്മൾ ആദ്യം ക്രിസ്തുവിനെ അറിയുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നാൽ ഗ്രാജുവലി എന്താണ്? നമ്മുടെ പണമാകാം, നമ്മുടെ ബന്ധുബലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവകളായിരിക്കാം, ഇതെല്ലാം ദൈവം നമുക്ക് നൽകി തരുമ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഈ എഫെസോസുകാർ എന്ന് പറയുന്നത് അവര് ഈ ദൈവസ്നേഹം മാറ്റിവെച്ചിട്ട് അവരുടെ സ്വാർത്ഥതയുടെ പുറകെ അവര് പോയി. അത് ദൈവം കണ്ടു. അതാണ് പറയുന്നത്, നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന്. ഇത് നമ്മൾ 2 വർഷം മുമ്പ് ഈ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്നേഹബന്ധം ഇന്ന് എല്ലാവരും തമ്മിലുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരികയാണ്. ആ ഒരു സ്നേഹബന്ധത്തിൽ ഇന്ന് എല്ലാവരും മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നുണ്ടോ?
അന്നുണ്ടായിരുന്ന എല്ലാവരും ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറുന്നുണ്ടോ? കുറച്ച് പേരുള്ളത് വിമൻസ് ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അല്ല നമ്മുടെ ഫാമിലി ലൈഫ് എടുത്ത് നോക്കേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആദ്യ കാലങ്ങളിലെ ആ ഒരു സ്നേഹബന്ധം ഇന്ന് നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇപ്പൊ എവിടെയായിരുന്നെങ്കിലും നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ, നമ്മളെ യേശു സ്നേഹിച്ചതുപോലെ നമ്മുടെ പങ്കാളികളെയും നമ്മുടെ സമസൃഷ്ടങ്ങളെയും എല്ലാം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ സ്നേഹം ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹത്തിന് അടിമകളായി നമ്മൾ മാറുകയാണ്. ഗ്രീക്കില് സ്നേഹത്തിന് സൂചിപ്പിക്കുവാനായിട്ട് 4 പദങ്ങളുണ്ട്. ഗ്രീക്കിന്റെ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ഇറോസ്, സ്റ്റോർജ്, ഫിലിയോ, അഗാപ്പെ എന്നുള്ളതാണ്. ഇറോസ് എന്ന് പറയുന്നത് സെക്ഷൽ ഡിസയറിന് വേണ്ടിയുള്ള, അതായത് ഒരു സെക്ഷൽ ഡിസയർ ആണ്, ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഒരു സ്നേഹത്തെയാണ് ഇറോസ് എന്ന് പറയുന്നത്. സ്റ്റോർജ് എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഫിലിയെ കുറിച്ച് പറയുന്നത് ആഴത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ബ്രദർലി ലവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ദേവാലയത്തിൽ ഇരുന്നപ്പോൾ നമ്മളത് കേട്ട് കാണും. കഴിഞ്ഞ ആഴ്ചയിൽ യേശു പത്രോസിനോട് ചോദിച്ചില്ലേ, എന്താ ചോദിക്കുന്നത്? നീ എന്നെ യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇല്ലേ? പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഇല്ലേ? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, 3 പ്രാവശ്യം ചോദിച്ച് അവിടെ പത്രോസിന്റെ ദൈവം ഉറപ്പിക്കുകയാണ്. 4ാമത്തെ സ്നേഹത്തിന് പറയുന്ന പേരാണ് അഗാപ്പെ എന്നുള്ള സ്നേഹം. അത് ഡിവൈൻ ലവ് ആണ്. അപ്പോൾ ആ ഒരു സ്നേഹം, കർത്താവിന്റെ ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ട് ആ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിന്റെ സ്നേഹം അങ്ങനെയുള്ള സ്നേഹമായിരുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വയം ശൂന്യനായി തീരുന്ന സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടി പിതാവിനോടൊപ്പം ഇരിക്കുക, അതിന്റെ സമത്വം മുറിയെ പിടിക്കാതെ ലോകത്തിലേക്ക് വന്ന സ്നേഹമാണ്. അതിന് പറഞ്ഞ സെൽഫ് എംപ്റ്റിങ് ലവ് ആണ്. കർത്താവിന്റെ സ്നേഹം എന്താണ്? 2-ാം പറയുമ്പോൾ സാക്രിഫിഷ്യൽ ലവ് ആണ്. സ്നേഹത്തിന് വേണ്ടി തന്നെ ബലിയായി കൊടുക്കുന്ന സ്നേഹമാണ്. 3 കർത്താവിന്റെ സ്നേഹം എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവ് ആണ്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നതാണ് ആര്? കർത്താവായ യേശു തമ്പുരാൻ. നമ്മുടെ സ്നേഹത്തിനൊക്കെ എന്തുണ്ട്? നമ്മുടെ സ്നേഹത്തിന് എന്തുണ്ട്? വ്യവസ്ഥകളുണ്ടോ? നമ്മളെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും. പക്ഷെ കർത്താവ് അങ്ങനെയാണോ? നമ്മുടെ സ്നേഹം കണ്ടിട്ടാണോ നമ്മളെ സ്നേഹിക്കുന്നത്? അല്ല, നമ്മളെ സ്നേഹിക്കണം. അപ്പോ ആ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള, അൺകണ്ടീഷണൽ ആയിട്ടുള്ള, സെൽഫ് എംപ്റ്റിങ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ്. ആ സ്നേഹത്തിൽ വളരുവാനായിട്ട് കഴിയണം. ഇവിടെ യേശു എഫെസോസ് സഭയിലേക്ക് നോക്കുമ്പോൾ ആ സ്നേഹം അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? സ്നേഹമില്ല എന്ന്. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ബന്ധങ്ങളിൽ ഈ സ്നേഹം അതില് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. സ്നേഹം എല്ലാവരും പങ്കുവെക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ കർത്താവിന്റെ ഈ ക്രൂശുമരണത്തിലേക്ക് നോക്കുമ്പോൾ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക അവിടെ കാണുവാനായിട്ട് കഴിയും. കാര്യം എന്താണ്? അവിടെ പുത്രനെ, സ്വന്തം മകനെ ബലിയർപ്പിക്കുമ്പോൾ, ആ ക്രൂശി കിടക്കുമ്പോൾ അത് എത്ര വേദനയോടുകൂടെയാണ് ആര് കാണുന്നത്? പിതാവായ ദൈവം കാണുന്നത്. അപ്പോൾ ആ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും പെയിൻഫുൾ ആണ്. ആ പുത്രനെ, സ്വന്തം പുത്രനെ, നമ്മുടെ ഒരു കുഞ്ഞിന് വയ്യാതെ വന്നാൽ, അവർക്കൊരു പനിയോ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നമുക്ക് എത്ര വെപ്രാളമാണ്, എത്ര വിഷമമാണ്. അപ്പൊ സ്വന്തം മകൻ മറ്റുള്ളവരുടെ മോചനത്തിനായിട്ട് അവിടെ യാഗമായി തീരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള സ്നേഹമാണ്, വേദനയുള്ളതാണ്. പുത്രൻ ഏറ്റെടുക്കുന്നതും ആ വേദനയുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ ആദ്യ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള വേദനയും റിസ്ക്കും കഷ്ടപ്പാടും ഒക്കെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും എനിക്ക് നൽകുവാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്, ദൈവസ്നേഹം എന്ന് പറയുന്നത്, ആ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് വിവരിക്കുവാൻ എളുപ്പമാണ്. ആ സ്നേഹം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി നൊമ്പരപ്പെടുവാൻ, ആ സ്നേഹത്തിന്റെ വേദന ഏറ്റെടുക്കുവാൻ,
സ്നേഹത്തിന് വേണ്ടി മാറി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മുടെ കൂടിവരവുകൾ അർത്ഥവത്തായിട്ട് തീരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവസാനമായിട്ട് ഇവിടെ ഈ സ്നേഹത്തില് അവര് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറഞ്ഞു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. എന്താണോ അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അതാണ്. അപ്പൊ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയണ ടു റിമെമ്പർ, നീ ഓർക്കുക എവിടെ നിന്നാണ് വീണത്. അപ്പൊ ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഒരു ഉയരത്തെയാണ് കാണിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ഉയരത്തിലുള്ള ഒരു ബന്ധമാണ്. അതിൽ നിന്ന് നമ്മൾ വീണ് പോയാൽ എവിടെ വെച്ചാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം തകർന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതാ പറയുന്നത്, എവിടെ നിന്ന് വീണതെന്ന് ഓർക്കണം. നമ്മൾ പല കുടുംബങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ ആരംഭം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം തകർന്നു കഴിയുമ്പോഴാണ് ഈ കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ തകർച്ച വരുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് നോക്കേ, നമ്മളെല്ലാവരുമായിട്ട് നല്ല സ്നേഹിച്ച് സഹകരിച്ച് പോകണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് സഭയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പല ഡിനോമിനേഷനുകളായിട്ട് എല്ലായിടും ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ടു റിമെമ്പർ, നീ എവിടെയാണെന്ന് വീണ് എന്ന് നീ ഓർക്കുക. അതായത് അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മുമ്പ് അനുഭവിച്ചിരുന്ന ദൈവസ്നേഹം, സഹോദര സ്നേഹം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ആദ്യ ദൈവമക്കളായിട്ട് ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളിന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ട് എങ്കിൽ എവിടെ വെച്ചാണ് എൻ്റെ വീഴ്ച സംഭവിച്ചത്? നമ്മൾ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരു മേശയുടെ ചുറ്റും ഇരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. പക്ഷെ ആ മേശയുടെ ചുറ്റും വരാനായിട്ട് കഴിയും. ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? അതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവം പറയാൻ മുമ്പ് ഓർക്കുക, നീ എവിടെ നിന്ന് വീണതെന്ന്. രണ്ടാമത് പറയുകയാണ്, നീ അനുദപിക്കണം. ഇല്ലയോ? നീ അനുദപിക്കണം. നീ എവിടെ പറയാണ്? 5-ാം വാക്യം, നീ ഏതെന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടണം. റിപ്പന്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് ദെൻ സ്റ്റാർട്ട് എന്നുള്ളതാണ്. നമ്മൾ ഒന്ന് നിന്നതിന് ശേഷം വീണ്ടും ആരംഭിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ മാനസാന്തരപ്പെടുമ്പോഴാണ് കുറവുകളെ ഏറ്റു പറയുവാനായിട്ട് കഴിയണം. മൂന്നാമത് പറയുന്നത് എന്താണ്? നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതാണ് പറയുന്നത്. അപ്പോൾ ഓർക്കണം, പിന്നീട് അനുദപിക്കണം, പിന്നെ നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. എന്താണ് ആദ്യ പ്രവൃത്തി? ആദ്യം ഇവര് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്തുവായിരുന്നു അവരുടെ ജീവിതത്തിന്റെ എല്ലാം. ക്രിസ്തുവിന് അപ്പുറമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നീ ആദ്യത്തെ പ്രവൃത്തിയും ചെയ്യണം. അതിന് അവസാനമായിട്ട് അവരോട് പറയുകയാണ്, ആത്മാവ് സഹോദരനോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോ ഇതെല്ലാം പറയാണ് ദൈവം. ഐ നോ യുവർ ഡീഡ്സ് എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടു. നീ സ്നേഹത്തിൽ കുറവുള്ളതെന്ന് കണ്ടു. അവർ നന്നാവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാനായിട്ട് കൊടുക്കും. പറയുന്നത് ഞാൻ നിങ്ങളെ ഇവിടെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, നീ മാനസാന്തരപ്പെടാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങൾ ആരാട്ട വെച്ചിരിക്കുന്നത്? സമൂഹത്തിന്റെ വിളക്കുകളായിട്ട്. കർത്താവ് പറയുന്നില്ലയോ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഇല്ലയോ? അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഇല്ലയോ? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ പ്രകാശിക്കണം. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളും ലോകത്തിൽ പ്രകാശം. ഇത് കർത്താവ് പറയാണ്. നിങ്ങളെ സമൂഹത്തിന്റെ വിളക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്.
നമ്മൾ ഓരോരുത്തരെ സമൂഹത്തിന്റെ വിളക്കായിട്ട് വെച്ചിരിക്കുകയാണ്. ആ വിളക്കായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുശേഷം ജയിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്, അവന് ജീവവൃക്ഷത്തിന് അവകാശം കൊടുക്കുമെന്ന്. സദൃശവാക്യം 3:18, 11:30, 13:12, വെളിപ്പാട് പുസ്തകം 2:7, 22:2 ഇവിടെ എല്ലാം ജീവവൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ ആദ്യ ആദാമും ഹവ്വായും നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പുള്ള ആദ്യ ഉദ്ദേശത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം വലിയ സാധ്യതകളാണ് ഏത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? എഫെസോസ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവരെ ദൈവത്തിലേക്ക് വന്നു, സ്നേഹം വിട്ടുകളഞ്ഞു, മാറിപ്പോയി, തിരിച്ചു വന്ന വലിയ സാധ്യതകൾ കൊടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ എഫെസോസ് എന്ന് പറയുന്ന സഭ, അത് നിങ്ങൾക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകത്തിലുള്ള 7 സഭയും തുർക്കിയിലുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ ഈ തുർക്കിയിൽ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എഫെസോസ് സഭ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായിരിക്കും. 7 സഭകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പലരും ഇന്ന് തുർക്കിയിലേക്ക് വിസിറ്റിന് പോകുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കാണാനും മനസ്സിലാക്കാനും. ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ അവസാനം ഞാൻ നിർത്താനായിട്ട് പോകുന്ന ഇതാണ്, ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുണ്ട്. കാര്യം ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു, അതിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞു. പക്ഷെ ആർക്ക് കഴിഞ്ഞില്ല? എഫെസോസിന് കഴിഞ്ഞില്ല. ഇന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ സഭ എന്ത് ചെയ്തു? തകർന്നു പോയി. അതിന്റെ സാക്ഷ്യം ഇന്ന് നമ്മൾ തുർക്കിയിൽ പോയാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത് നമ്മൾ എങ്ങനെയായിരിക്കാനായിട്ടാണ്? മറന്നുപോലെ എങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കണം. ഈ ആദ്യ കാരണം എഫെസോസ് എല്ലാ തെറ്റുകളുടെയും മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അവിടെ സുവിശേഷമായി ചെന്നപ്പോൾ വലിയ സ്വീകാര്യങ്ങളുമായി ധാരാളം പേര് കർത്താവിനെ അറിഞ്ഞു. എന്നാൽ ഗ്രാജുവലി ലൗകികത അവരുടെ ജീവിതത്തിലേക്ക് വന്നു. ദൈവത്തെ വിസ്മരിച്ച് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരായി. ഇന്ന് ആ സഭയ്ക്ക് നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമൂഹമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും ദൈവത്തിലുള്ള സ്നേഹത്തിൽ ഒട്ടും കുറവ് വരാതെ, എനിക്കതാണ് പറയണം, ഒട്ടും കുറവ് വരാതെ. ഞാൻ ആദ്യമായി എൻ്റെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അതേ തീഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് അവസരം തന്ന പ്രിയ സാറിനോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കും.